വസീലയിൽ എനിക്ക് തോന്നുമ്പോഴെല്ലാം ഹബീബിനെ സന്ദർശിക്കാൻ കഴിയണം. എന്തുകൊണ്ട്? ലോകത്തെ ഏറ്റവും വലിയ വസീല മുഹമ്മദ് മുസ്തഫയാണ്. മുഹമ്മദ് മുസ്തഫയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സ്ഥാനവും വസീലയാണ്. അള്ളാഹുവിലേക്കുള്ള ഏറ്റവും വലിയ വസീല മുഹമ്മദ് മുസ്തഫയാണ്. മനസ്സിലായില്ലേ? മുഹമ്മദ് മുസ്തഫയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സ്ഥാനം വസീല. അള്ളാഹുവിലേക്കുള്ള ഏറ്റവും വലിയ വസീല മുഹമ്മദ് മുസ്തഫയാണ്. മുഹമ്മദ് മുസ്തഫയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സ്ഥാനം വസീലയാണ്. ആ വസീലക്കാണ് നമ്മൾ ബാങ്ക് കൊടുത്താൽ ദ്വാരക്കുന്നത്. എന്തുകൊണ്ട്? ബാങ്ക് കൊടുക്കുന്ന നേരത്ത് ഏത് ലോകത്തിന്റെ വാതിലും അള്ളാഹ് തുറന്നു കൊടുക്കും ദ്വാ സ്വീകരിക്കാൻ. അപ്പോൾ നമ്മൾ നബിക്ക് വേണ്ടി വസീലയെ തേടും. എന്തുകൊണ്ട്? നബിക്ക് വസീലയെ നമ്മൾ തേടുന്നത് എന്തുകൊണ്ട്? നബിയെ പറ്റി നമുക്ക് സ്നേഹമുള്ളതുകൊണ്ടാണ്. സ്നേഹം ഉണ്ടായി തേടണം, വെറുതെ വാക്ക് പറഞ്ഞ പോരാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ സ്ഥാനത്തേക്ക് കയറി പോകുന്ന നോക്കി നിൽക്കുന്ന കൂട്ടത്തില്, ആ സമയത്ത് സ്വർഗത്തിലേക്കുള്ള ആളുകളെ കൂട്ടത്തില് നീ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ അല്ലാ. അള്ളാഹുവിന്റെ ഹബീബ് ആ വസീലയിലേക്ക് ഇങ്ങനെ കയറി പോകുന്നത് കാണാനുള്ളൊരു ഭാഗ്യം സ്വർഗത്തിൽ വെച്ച് ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. فمحمدنا هو سيدنا فالعز لنا لإجابته الله 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 الله. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ്, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂലു തുമ്മ സ്വല്ലു അലയ്യ ഫഇന്നഹു മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഅശ്റ. ബാങ്ക് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് സ്വലാത്ത് ചെല്ലണം. ഒരാൾ എനിക്ക് സ്വലാത്ത് ചെല്ലിയാൽ അല്ലാഹു 10 ഗുണം തിരിച്ചു കൊടുക്കും. സുമ്മ സല്ലല്ലാഹു അലൈഹി അൽ വസീല. പിന്നെ ആ കൂട്ടത്തിൽ നിങ്ങൾ എനിക്ക് വസീലത്തിനെ ചോദിക്കണം. ഫഇന്നഹാ മൻസിലത്തുൻ ഫിൽ ജന്ന ലാ തൻബഗി ഇല്ലാ ലിഅബ്ദി മിൻ ഇബാദില്ലാഹ്. ഒരടിമക്ക് മാത്രമേ അത് ലഭിക്കൂ, വേറൊരാൾക്ക് കിട്ടൂല. വഅർജു അൻ തകുനഹു അൻ അകുനഹു. അത് എനിക്കാവണം എന്നാണ് എന്റെ മോഹം എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഫമൻ സഅലനി അൽ വസീല ഹല്ലത് ലഹു ശഫാഅത്തി. ആരെങ്കിലും എനിക്ക് വസീലത്തിനെ ചോദിച്ചാൽ അയാൾക്ക് എന്റെ ശഫാഅത്ത് ലഭിക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കും എന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് കിട്ടും എന്ന് മാത്രമല്ല, അത് ആത്മാർത്ഥമായാൽ അള്ളാഹിന്റെ ഹബീബിന്റെ മുറാഫഖത്തും കിട്ടും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ എന്ന് ഇമാം ഇബ്നു കസീർ തങ്ങൾ പറയുന്നു, അമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തഹു അൻ യസ്അലുഹാ ലിയനാലു ബിഹാദിഹി ദുആഇ സുൽഫാ മിനല്ലാഹി വസിയാദത്തുൽ ഈമാൻ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് നബിക്ക് വേണ്ടി അത് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് ചോദിച്ചാൽ എന്താ ഉണ്ടാവുക? ആർക്ക് വേണ്ടി ചോദിക്കുക? പുണ്യ നബിക്ക് വേണ്ടി വസീലത്തിന് ചോദിക്കുക. അങ്ങനെ ഒരാൾ ചോദിച്ചാൽ ലിയനാലു ബിഹാദ ദുആഇ സുൽഫാ മിനല്ലാഹ്. അള്ളാന്റെ ഏറ്റവും വലിയ മെഹബൂബാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തആല ഹബീബിന് വേണ്ടി കരുതി വെച്ചതാണ് വസീല. നമ്മൾ ചോദിച്ചിട്ടില്ലെങ്കിൽ തന്നെ അള്ളാഹു അത് കൊടുക്കും. പക്ഷെ അത് ചോദിക്കുക വഴി നമ്മൾ അള്ളാന്റെ താല്പര്യക്കാരനാവും. കാരണം അത് നബിക്ക് കൊടുക്കുക എന്നത് ആരുടെ താല്പര്യമാണ്? അള്ളാന്റെ താല്പര്യം. അപ്പോൾ സുൽഫാ മിനല്ലാഹ്, അള്ളാന്റെ ഹബീബിനെ നമ്മൾ വസീലത്തിനെ തേടുന്നത് വഴി അള്ളാഹുവോട് നമുക്ക് സാമീപ്യം അധികരിക്കും. എന്ത് തിരക്കാണെങ്കിലും ബാങ്ക് കേട്ടാൽ വർത്തമാനം നിർത്തണം. മനസ്സിലായില്ലേ? എന്നിട്ട് ബാങ്ക് മുഅദ്ദിൻ പറയും പോലെ പറയാ. എന്നിട്ട് എന്ത് ചെയ്യാ? ആ ദുആ ദുആർക്ക. അതിന് അള്ളാന്റെ ഹബീബിന് വസീലത്തിനെ ചോദിക്കുന്നുണ്ട്. അതിനെ വസീലത്തിനെ ചോദിച്ചാൽ ഈ വ്യക്തിക്ക് സാമീപ്യം വർദ്ധിക്കും. ആരോട്? അള്ളാഹുവോടും അള്ളാഹുവോടും റസൂലിനോടും. മാത്രമല്ല വസിയാദത്തിൽ ഈമാൻ എന്ന് ലിയനാലു ബിഹാദ ദുആഇ സുൽഫാ വസിയാദത്തുൽ ഈമാൻ. അള്ളാഹുവിനോട് റസൂലിനോട് സാമീപ്യം അധികരിക്കുമെന്ന് മാത്രമല്ല വസിയാദത്തുൽ ഈമാൻ എന്തും അധികരിക്കും. ലിയനാലു ബിഹാദ ദുആഇ സുൽഫാ വസിയാദത്തുൽ ഈമാൻ എന്തും അധികരിക്കും. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദുആ. അത് റസൂലുള്ളാഹിക്ക് നമ്മൾ വസീലത്തിനെ കൊടുത്ത് പറഞ്ഞാൽ, വസീലത്തിനെ നമ്മൾ അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി നമ്മൾ ദുആ ചെയ്ത് വാങ്ങി കൊടുത്താൽ അത് അള്ളാഹു കൊടുക്കാൻ തീരുമാനിച്ചതാണ്. മനസ്സിലായില്ലേ? നമ്മളെ കൊണ്ട് ദുആപിച്ച എന്തിനാണ്? അള്ളാഹുവിന്റെയും റസൂലിന്റെയും താല്പര്യം നമ്മുടെ താല്പര്യമായി മാറണം. അപ്പോൾ നമുക്ക് അള്ളാഹുവിനോട് റസൂലിനോട് ബന്ധം അധികരിക്കും. മാത്രമല്ല നമുക്ക് എന്തുണ്ടാവും? ഈമാനും വർദ്ധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന്
അതിനേക്കാൾ വലിയ സ്ഥാനം ഇല്ലല്ലോ. സ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ സ്ഥാനം അള്ളാഹുവിന്റെ ഹബീബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തിരഞ്ഞെടുക്കുന്നതല്ലേ എന്ന് ചിന്തിക്കണം. ഒരു സഹാബി യാത്രി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തങ്ങൾക്ക് വേണ്ടി വുളൂഇന്റെ വെള്ളം വളൂ കൊണ്ട് കാത്തു നിന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി വന്നപ്പോൾ മുന്നിലുണ്ട് ഈ സഹാബി. ഇതെന്താ വളൂ കൊടുക്കാനുള്ള വെള്ളം? നീ എപ്പോൾ നിൽക്കുന്നു? ഞാൻ ഉറങ്ങിയിട്ടില്ല, കാത്തിരിക്കും. എന്നാ ചോദിച്ചോ, എന്താ നിനക്ക് വേണ്ടത്? അപ്പോൾ പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ റഫീഖാകണം നബിയേ. റഫീഖ് എന്ന് പറഞ്ഞാൽ കൂട്ടുബന്ധം. അതതിന്റെ അർത്ഥം എന്താ? വസീലത്ത് എന്ന സമുന്നതമായ ലോകത്ത് യഥേഷ്ടം പോയി വരാനുള്ള തൗഫീഖ് അല്ലാഹു തആല അത് നമുക്കും തരട്ടെ. അത് എന്താണ് ചിന്തിക്ക്? അതാ മുറാഫഖത്ത്, ഹബീബായ നബിയുള്ള സാമീപ്യം. എന്തുകൊണ്ട്? അതിനേക്കാൾ വലിയ സ്ഥാനമില്ല. വസീലത്തിൽ എത്തിച്ചേർന്നാൽ പിന്നെന്താ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, എനിക്ക് അങ്ങയുടെ കൂട്ടുകാരനാകണം നബിയേ അന്ത്യനാളിൽ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ. മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയുടെ സാമീപ്യം ഉണ്ടാവണം, കൂട്ടുബന്ധമുണ്ടാവും. വേറെന്തെങ്കിലും ചോദിച്ചൂടെ? കാരണം അത് ഭയങ്കര സ്ഥാനാണ്. അപ്പോൾ പറഞ്ഞു, ഹുവദാക യാ റസൂലല്ലാഹ്, എനിക്കത് തന്നെ വേണം. അപ്പോൾ പറഞ്ഞു, ആയിനി ബികസറത്തി സുജൂദ്, ആത്മാർത്ഥമായി നിസ്കാരം അധികരിപ്പിക്ക്, എന്നാൽ അത് നിനക്ക് കിട്ടിയേക്കാം എന്ന ഉത്സാരം. മനസ്സിലായില്ലേ? അതായത് സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥാനത്താണ് ആര്? മുത്തു മുഹമ്മദ് മുസ്തഫ. ആ ഹബീബിന് വേണ്ടി ഒരു ആത്മാർത്ഥമായ ഒരു മനുഷ്യൻ സ്നേഹിച്ചപ്പോൾ ആ പദവി പുണ്യ റസൂൽ വാങ്ങിക്കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്, വേറെ ഏറ്റിട്ടുണ്ട്. സൗബാൻ എന്ന സ്വഹാബി ഹബീബായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതിരിക്കാൻ കഴിയാതെ മെലിഞ്ഞപ്പോൾ ആ സ്വഹാബി ഹബീബായ നബിയോട് പറഞ്ഞിട്ടുണ്ട്, നബിയെ എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ കഴിയൂല. അപ്പോഴിറങ്ങിയ ആയത്താണ് فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. അവിടെയും റഫീഖ് എന്ന വാക്ക് അവസാനമുണ്ട്. അതായത് നബിയെ കാണാതിരിക്കാൻ കഴിയില്ല എങ്കിൽ നബിയുടെ കൂട്ടുകാരനാക്കി കൊടുക്കും എന്നുത്സാരം. നബിക്കത് ലഭിക്കണമെന്ന ആത്മാർത്ഥമായ താല്പര്യം നമുക്കുണ്ടാകുമ്പോൾ ഏതൊരു ബാങ്കിലും നമ്മൾ ബാങ്കുകാരനെ പോലെ പറഞ്ഞ് മിണ്ടാതിരുന്ന ബാങ്കുകാരനെ പോലെ പറഞ്ഞിട്ട് നമ്മൾ അവസാനം എന്ത് ചെയ്യും? ഈ വസീലത്തിന്റെ ദുആ വായിച്ചു. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സിലായില്ലേ? നല്ല പോലെ ചിന്തിക്കുക. അപ്പോൾ സമുന്നതമായ സ്ഥാനമാണ് വസീല. അത് വല്ലാത്തൊരു സ്ഥാനമാണ്. സമുന്നതം എന്ന് പറഞ്ഞാൽ സമുന്നതമായ സ്ഥാനം, ഏറ്റവും ഉന്നതമായ സ്ഥാനം. മാത്രമല്ല ആ സ്ഥാനത്തിന്റെ പ്രത്യേകത എന്താ? അഖ്റബുൽ മനാസിൽ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത സ്ഥാനാണത്. അതുകൊണ്ടാണ് വസീല എന്നതിന് പേരിട്ടതും. ലോകത്തിന് നിന്ന് അള്ളാഹുവിലേക്ക് ഏറ്റവും സ്ഥാനത്താലും എന്തിനാലും അടുത്ത ആൾ ആരാണല്ലോ? മുത്തുനബി അല്ലേ? ആ ആൾ ലോകത്ത് മറ്റുള്ളവർക്ക് വസീലയുമാണ്. ആ ആൾക്ക് ലഭിക്കേണ്ട സ്ഥാനവും വസീലയാണ്. ആ ആളെന്നെ വസീലയാണ്. മനസ്സിലായില്ലേ? വസീല എന്ന വാക്ക് ഖുർആനിൽ ഒരു സ്ഥലത്തുണ്ടല്ലോ. എവിടെ എവിടെ വസീല എന്ന വാക്ക് ഖുർആനിലുണ്ടല്ലോ ഒരു സ്ഥലത്ത്. മൈദയിലുണ്ട്. മൈദ ഉണ്ടല്ലോ, മൈദയിലുണ്ടല്ലോ. അൽ വസീല, അൽ വസീല എന്നുണ്ട്. അൽ വസീല മൈദയിലുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വബ്തഗൂ ഇലൈഹിൽ വസീല. മനസ്സിലായില്ലേ? പറ. എന്നാ സൂറത്ത്? മൈദ.
വബ്തഗൂ ഇലൈഹിൽ വസീല യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും വേണം, അല്ലാഹുവിലേക്ക് നിങ്ങൾ വസീലയെ തേടുകയും വേണം എന്നാണ്. തഫ്സീർ സ്വാബി പറയാൻ പറയും പെട്ടെന്ന്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, അല്ലാഹുവിലേക്ക് നിങ്ങൾ വസീലത്തിനെ തേടുകയും വേണം. എന്താ വസീല? അല്ലാഹു പൊരുത്തപ്പെടുന്ന ഏത് ഖുർബാത്തുകളും ഏത് തഖറുബാത്തുകളും ഏത് നവാഫിലും ഏത് സുന്നത്തായ കാര്യങ്ങളും ഏത് മുസ്തഹ്സനായ കാര്യവും അല്ലാഹുവിലേക്കുള്ള വസീലയാണ്. മനസ്സിലായില്ലേ? ഇങ്ങോട്ട് നോക്ക്. അതിൽ ഏറ്റവും വലിയ വസീലയാണ് മഹബ്ബത്തു അംബിയാ ഇല്ല, അല്ലാഹുവിന്റെ നബിമാരെ സ്നേഹിക്കുക. മനസ്സിലായില്ല? നിസ്കാര വസീലയാണ്, സുന്നത്ത് നിസ്കാരങ്ങൾ ഏത് സുന്നത്തായ കാര്യങ്ങളും അല്ലാഹുവിലേക്കുള്ള വസീലയാണ്. സദഖ അല്ലാഹുവിലേക്കുള്ള വസീലയാണ്, സുന്നത്ത് അമലുകൾ അല്ലാഹുവിലേക്കുള്ള വസീലയാണ്. മനസ്സിലായില്ലേ? സാധുക്കളെ സഹായിക്കൽ അല്ലാഹുവിലേക്കുള്ള വസീലയാണ്. ഇവിടെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ അള്ളാഹുവിന് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം വസീലയാണ്. നമ്മൾ അല്ലാഹു തആല തേടാൻ പറഞ്ഞ കാര്യം എന്ത് തന്നെയാണ്? വസീലയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. അൽ മാഇദ സൂറത്ത്. നബിക്ക് വേണ്ടി വാങ്ങി കൊടുക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞത് വസീല. ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിന്റെ പേര് വസീല. അത് ലാ യലീഖു ഇല്ലാ ലി അബ്ദിൻ മിൻ ഇബാദില്ലാഹ്. അല്ലാഹുവിന്റെ ഒരു ദാസന് മാത്രമേ അത് യോജിക്കുകയുള്ളൂ, ഒരാൾക്കേ അത് കിട്ടുകയുള്ളൂ. അത് നിങ്ങൾ സലുല്ലാഹി അൽ വസീല, നിങ്ങൾ അല്ലാഹുവിലേക്ക് എനിക്ക് വേണ്ടി വസീലയെ ചോദിച്ചു വാങ്ങണം, വാങ്ങിത്തരണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണം. عن أبي سعيد الخدري رضي الله عنه مسند الحديث إمام أحمد تنقول مسند الحديث عن أبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم حبيب نبي برنو صلى الله عليه وسلم الوسيلة درجة عند الله عز وجل ليس فوقها درجة فصل الله لي الوسيلة. الوسيلة درجة عند الله. അള്ളാഹുവിന്റെ അടുക്കൽ ഒരു പ്രത്യേകമായ സ്ഥാനമാണ് എൻ്റെ വസീല. ലൈസ ഫൗഖഹാ ദറജ, അതിന്റെ മേലെ ഇനി വേറൊരു ദറജ ഇല്ല. ഫസലുല്ലാഹ ലി അൽ വസീല, നിങ്ങൾ എനിക്ക് വേണ്ടി വസീലത്തിനെ ചോദിക്കണമേ. നബിക്ക് വേണ്ടി വസീലത്തിനെ ചോദിക്കുക എന്നത് ഒരു വസീലയാണ്. വബ്തഗൂ ഇലൈഹിൽ വസീല. നബിക്ക് നാളെ സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന ആ ലോകത്തിന്റെ പേര് എന്താണ്? വസീലയാണ്. മനസ്സിലായി പറഞ്ഞത്? അതിന്റെ പേര് വസീലയാണ്. അല്ലാഹു മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ ദർജ വസീലയാണ്. കൊടുക്കുന്ന ഏറ്റവും വലിയ ദർജ വസീലയാണ്. ലൈസ അതൊരു പ്രത്യേക സ്ഥാനമാണ്. വസീല സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥാനം. ലൈസ് അവിടെ മായിദന്റെ ആയത്തിற்கு ലൈസ ഫൗഖഹാ ദറജ, അതിന്റെ മേലെ ഇനി വേറൊരു ദർജയില്ല. സ്വർഗത്തിലെ ഏറ്റവും വലിയ ദർജയാണ് എന്ത്? പറ, എന്ത്? വസീല. ഇതിന് മേലെ ഇനി വേറൊന്നുമില്ല. ഫസലുല്ലാഹി ലി അൽ വസീല. ആ വസീല എന്ന സ്ഥാനം എനിക്ക് കിട്ടാൻ നിങ്ങൾ പ്രത്യേകമായി അല്ലാഹുവോട് ദുആ ചെയ്യണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇനി ശരിക്കും നമ്മളോട് അല്ലാഹു തേടാൻ പറഞ്ഞതും എന്ത് തന്നെയാണ്? വസീല. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. ഈ വസീല എന്താണ്? ഏത് നൽകാര്യം വസീലയാണ്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് മഹബ്ബത്തുൽ അംബിയാ, അമ്പിയാക്കളെ പ്രേമിക്കൽ. മനസ്സിലായില്ലേ? അമ്പിയാക്കളെ പ്രേമിക്കൽ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ്. അമ്പിയാക്കളെ സ്നേഹിക്കൽ.
അമ്പിയാക്കളെ സ്നേഹിച്ചാലല്ലേ അവർക്ക് വേണ്ടി ദുആ ചെയ്യൂ. നമ്മൾ ഈ പരിപാടി തുടങ്ങുമ്പോൾ അമ്പിയാക്കൾക്ക് വേണ്ടി ഫാത്തിഹ ഓടാറുണ്ട്. എന്തുകൊണ്ട് അവരോടെല്ലാം നമുക്ക് സ്നേഹമുണ്ട്. ഓരോ തവണയും മുത്തുനബിക്ക് വേണ്ടി ദുആ ചെയ്യും, ഫാത്തിഹ ഓടും. എന്തുകൊണ്ട്? ഏതൊരു തവണയും മുത്തുനബി. എന്തുകൊണ്ട്? ഏറ്റവും പ്രേമം വേണ്ടത് ആരോടാണ്? മുത്തുനബിയോടാണ്. അതൊരു വസീലയാണ്. മഹബ്ബത്തുൽ അംബിയാഇ അൽ വസീലത്തു ഇലല്ലാഹ്. ഈ വസീലയുടെ അർത്ഥം മധ്യവർത്തി, അള്ളാഹുവിലേക്കുള്ള മധ്യവർത്തി. നബിക്ക് കിട്ടാൻ പോകുന്ന സ്ഥാനത്തിന്റെ പേരും എന്ത്? വസീല. എന്തുകൊണ്ട്? നബിയാണ് ഏറ്റവും വലിയ വസീല. അതുകൊണ്ടാണ് നബിക്ക് കിട്ടുന്ന സ്ഥാനപ്പേരും വസീലയായത്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ചിന്തിക്ക്. ومن جملة يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وابتغاء الوسيلة فعل المأمورات فالتقوى هنا ترك المخالفات وابتغاء الوسيلة فعل المأمورات ويصح أن المراد بالتقوى امتثال المأمورات الواجبة وترك المنهيات المحرمة وابتغاء الوسيلة. വസീല എന്ന് പറഞ്ഞാൽ മൈദ സൂറത്തിലെ വസീലയുടെ അർത്ഥം എന്താ? മാ യുഖരിബു ഇലൈഹി മുത്ലഖൻ. അല്ലാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഏത് കാര്യം വസീലയാണ്. വമിൻ ജുംലത്തി ദാലിക, അല്ലാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ് മഹബ്ബത്തു അംബിയാ ഇല്ലാഹി വ ഔലിയാഇഹി. അല്ലാഹുവിന്റെ അമ്പിയാക്കളെയും ഔലിയാക്കന്മാരെയും സ്നേഹിക്കൽ. മനസ്സിലായില്ലേ? അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും സ്നേഹിക്കുക എന്നത് എന്തിൽപ്പെട്ടതാണ്? എന്താണ്? അള്ളാഹുവിലേക്കുള്ള ഒരു വസീലയാണ്. വസീലപ്പെട്ടതാണ് സ്നേഹിക്കുക എന്ന്. അള്ളാഹുവിന്റെ സ്നേഹിതന്മാരെ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ സിയാറത്ത് ചെയ്യുക. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഏത് കാര്യം നിങ്ങൾ നിർബന്ധമായി കൊണ്ടടക്കണം. അള്ളാഹുവിനെ തൊട്ട് നിങ്ങൾ അകറ്റുന്ന ഏത് കാര്യവും നിങ്ങൾ ഒഴിവാക്കണം. ഇത് നീ മനസ്സിലാക്കിയാൽ വ്യക്തമായ ലലാലത്തിൽപ്പെട്ടതാണ് തക്ഫീറുൽ മുസ്ലിമീന ബിസിയാറത്തി ഔലിയാഇല്ലാഹ്. ഔലിയാക്കന്മാരെ സിയാറത്ത് ചെയ്യുന്ന മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്ന ഒരു പരിപാടി ഉള്ള ചില പാർട്ടികളുണ്ട്. ആ പാർട്ടികൾ വലിയ മോശപ്പെട്ട ആളുകളാണ്, അവർ വലിയ നഷ്ടക്കാരാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് ഇമാം സാഫി റളിയല്ലാഹു അൻഹു പിന്നീട് വിശദീകരിക്കാം. മനസ്സിലായില്ലേ പറഞ്ഞത്? വസീലയിൽപ്പെട്ടതാണ് എന്ത്? അമ്പിയാക്കന്മാരെ സ്നേഹിക്കുക, സിയാറത്ത് ചെയ്യുക. മുത്തുനബിക്ക് കിട്ടുന്ന സ്ഥാനത്തിന്റെ ആ പദവിയുടെ പേരെന്താ? വസീല. എന്തുകൊണ്ട്? മുത്തുനബിയാണ് ഏറ്റവും വലിയ വസീല. ജിന്നുകളായാലും ഇൻസുകളായാലും ലോകത്തുള്ള എല്ലാവർക്കും അള്ളാഹുവിലേക്കുള്ള ഏറ്റവും വലിയ മധ്യവർത്തി മുഹമ്മദ് മുസ്തഫയാണ്. ദുനിയാവിൽ മുത്തുനബി തന്നെയാണ്, ആഖിറത്തിൽ മുത്തുനബി തന്നെയാണ്. അതുകൊണ്ട് മുത്തുനബിക്ക് കിട്ടേണ്ട സ്ഥാനത്തിന്റെ പേരും എന്തെന്നെയാണ്? വസീല എന്നാണ്. കാരണം മുത്തുനബിയേക്കാൾ വലിയൊരു മധ്യവർത്തി ഇല്ല. മുത്തുനബിയേക്കാൾ വലിയൊരു നിസ്കാരമില്ല, നോമ്പില്ല, ഒക്കെ വസീല തന്നെയാണ്. പക്ഷേ വസീല എന്ന ആൾ മുഹമ്മദ്, ആ സ്ഥാനം മുഹമ്മദ് മുസ്തഫക്കാണ്. വേറൊന്നുമില്ല. നബി ഇല്ലെങ്കിൽ നിസ്കാരം ഒന്നും അല്ലാഹു തആല സ്വീകരിക്കൂല. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വസീലയാണ്. നബിക്ക് കിട്ടുന്ന സ്ഥാനം വസീലയാണ്. എന്തുകൊണ്ട് ഇവിടെ നബി വസീലയാന്ന് പറയാൻ കാരണം ഇമാം സാബി തങ്ങൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു, അമ്പിയാക്കന്മാരെ സ്നേഹിക്കൽ അള്ളാഹുവിലേക്കുള്ള വസീലയാണ്. അമ്പിയാക്കന്മാരെ സിയാറത്ത് ചെയ്യൽ അള്ളാഹുവിലേക്കുള്ള വസീലയാണ്. ഔലിയാക്കന്മാരെ സിയാറത്ത് ചെയ്യൽ അള്ളാഹുവിലേക്കുള്ള വസീലയാണ്. എങ്കിൽ അമ്പിയാന്റെ ഔലിയാന്റെ ഒക്കെ ഏറ്റവും വലിയ തലവനും നേതാവുമാണ് ആര്? മുഹമ്മദ് മുസ്തഫ. എങ്കിൽ നബിയെ സ്നേഹിക്കലും നബിയെ സിയാറത്ത് ചെയ്യലും അള്ളാഹുവിലേക്ക് ഏറ്റവും വലിയ വസീലയാണ്. ആ സ്ഥാനവും വസീലയാണ്. അപ്പോൾ എവിടെയും എപ്പോഴും അവിടെ പോയി വരാൻ കഅബ റളിയല്ലാഹുവിനെ കുറിച്ചതിൽ എന്ത് മനസ്സിലായില്ലേ? റബീഅത്ത് ബിൻ കഅബ് കൊതിച്ചു, നബി എനിക്ക് അവിടെ എപ്പോഴും വരണം. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇനി നമുക്ക് പാട്ടുണ്ട്. സൗബാൻ പറഞ്ഞു, ഈ സൗബാനും ഇതെന്നെ കുറിക്കണേ, എന്ത്? ഈ വസീലയിൽ എത്തണം. വസീലയിൽ എനിക്ക് തോന്നുമ്പോഴെല്ലാം ഹബീബിനെ സന്ദർശിക്കാൻ കഴിയണം. എന്തുകൊണ്ട്?
ലോകത്തെ ഏറ്റവും വലിയ വസീല മുഹമ്മദ് മുസ്തഫയാണ്. മുഹമ്മദ് മുസ്തഫക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സ്ഥാനവും വസീലയാണ്. അള്ളാഹുവിലേക്കുള്ള ഏറ്റവും വലിയ വസീല മുഹമ്മദ് മുസ്തഫയാണ്. മനസ്സിലായില്ലേ? മുഹമ്മദ് മുസ്തഫക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സ്ഥാനം വസീല. അള്ളാഹുവിലേക്കുള്ള ഏറ്റവും വലിയ വസീല മുഹമ്മദ് മുസ്തഫയാണ്. മുഹമ്മദ് മുസ്തഫക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സ്ഥാനം വസീലയാണ്. ആ വസീലക്കാണ് നമ്മൾ ബാങ്ക് കൊടുത്ത ദ്വാരക്കുന്നത്. എന്തുകൊണ്ട്? ബാങ്ക് കൊടുക്കുന്ന നേരത്ത് ഏത് ലോകത്തിന്റെ വാതിലും അള്ളാഹ് തുറന്നു കൊടുക്കും ദ്വാ സ്വീകരിക്കാൻ. അപ്പോൾ നമ്മൾ നബിക്ക് വേണ്ടി വസീലയെ തേടും. എന്തുകൊണ്ട്? നബിക്ക് വസീലയെ നമ്മൾ തേടുന്നത് എന്തുകൊണ്ട്? നബിയെ പറ്റി നമുക്ക് സ്നേഹമുള്ളതുകൊണ്ടാണ്. സ്നേഹം ഉണ്ടായി തേടണം, വെറുതെ വാക്ക് പറഞ്ഞാൽ പോരാ. അർത്ഥമൊന്നും അറിയാതെ, അതിന്റെ ഉദ്ദേശം ഒന്നും അറിയാതെ ഈ അങ്ങനെ പാടുന്നവരുണ്ടാവും. അവർക്ക് കൂലി കിട്ടുമല്ലേ? അത് അല്ലാഹു ആലം. അതേ സമയത്ത് ഇതിന്റെ മാനദണ്ഡം എന്താണ്? നബിയെ സ്നേഹിക്കലാണ്. മനസ്സിലായോ പറഞ്ഞത്? നിങ്ങൾ എനിക്ക് വേണ്ടി അത് ചോദിക്കണമെന്ന് പറയാൻ എന്തുകൊണ്ട്? നിങ്ങൾ എനിക്ക് വേണ്ടി അത് ചോദിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് നിങ്ങൾ എന്നെ ഏറ്റവും വലിയ വസീലയാക്കി, നിങ്ങൾ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിന്റെ ആളാവും. കാരണം വസീലയെ തേടാൻ അള്ളാഹ് കൽപ്പിച്ചതാണ്. എന്നോടും അള്ളാഹുവിനോടും നിങ്ങൾക്ക് സ്നേഹം വർദ്ധിക്കും, അപ്പോൾ നിങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കും. മനസ്സിലായില്ലേ? ചിന്തിക്കുന്നവർക്ക് ഇവിടെ ധാരാളം ഉണ്ട്. ചിന്തിക്കാത്തവരെ പറ്റി പറഞ്ഞിട്ട് കാര്യമേ ഇല്ല. ചിന്തിക്കുന്നവർക്ക് ഇവിടെ ധാരാളമുണ്ട്. അൽ വസീലത്തു ദറജത്തുൻ ഇൻദല്ലാഹ്, അത് ഏറ്റവും വലിയൊരു സ്ഥാനമാണ് വസീല. അത് എനിക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവോട് ചോദിച്ചു വാങ്ങണം എന്ന് മുഹമ്മദ് മുസ്തഫ. നോക്കൂ, ബഹുമാനപ്പെട്ട ഇബ്നു അബിദ്ദുനിയ റളിയല്ലാഹു അൻഹു, ഇബ്നു അബിദ്ദുനിയ റളിയല്ലാഹു അൻഹു കിതാബ് ഇവിടെ ഉണ്ട്. മഹാനായ ഇബ്നു അബിദ്ദുനിയ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തെ വിശദീകരിക്കുന്ന ഒരു കിതാബുണ്ട്. അവർ അതിലൊരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. عن أبي سعيد رضي الله عنه قال رسول الله صلى الله عليه وسلم الوسيلة درجة في الجنة ليس في الجنة درجة أعلى منها. വസീല എന്ന സ്വർഗ്ഗത്തിലെ ഒരു പ്രത്യേക പദവിയാണ്. وليس في الجنة സ്വർഗ്ഗത്തിലില്ല درجة أعلى منها, അതിനേക്കാൾ വലിയൊരു പദവി ഇനി സ്വർഗ്ഗത്തിൽ വേറെ ഇല്ല. ഫസലുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം. കോടാനക്കോടി മനുഷ്യർ നോക്കി നിൽക്കവേ ആ സ്ഥാനത്തേക്ക് ഞാൻ കയറിപ്പോകാൻ അത് അള്ളാഹു എനിക്ക് തരാൻ. അത് നിങ്ങളുടെയും അഭിമാനമാണ്, നിങ്ങളുടെ നേതാവിന് അത്ര വലിയ സ്ഥാനം കിട്ടിയത് എന്നുള്ള സാരം. ഇബ്നു അബിദ്ദുനിയ റഹിമഹുല്ലാഹ് തന്റെ ഗ്രന്ഥത്തിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. കിതാബ് ഇവിടെ ഉണ്ട്, ചിന്തിക്കണം. മനസ്സിലായില്ലേ? സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥാനമാണ് എന്ത്? വസീല. അത് നിങ്ങൾ അള്ളാഹുവിനോട് എനിക്ക് ചോദിച്ച് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കണം. മനസ്സിലായില്ലേ പറഞ്ഞത്? ജനങ്ങൾക്ക് മേൽ, എല്ലാവർക്കും മേൽ ഉള്ള സ്ഥാനം. 2, എല്ലാവരും നോക്കി നിൽക്കവേ അള്ളാഹു അതെനിക്ക് നൽകുക. കോടാനക്കോടി മനുഷ്യർ നോക്കി നിൽക്കവേ അല്ലാഹു തആല ഹബീബിനെ അല്ലാഹു തആല വസീലയിലേക്ക് ഇങ്ങനെ യാത്രയാക്കുക. അതിനേക്കാൾ വലിയൊരു അഭിമാനം ഇനി ഉമ്മത്ത് മുസ്ലിമത്തിന് ഇല്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അത് കാണാൻ ഉറക്കപ്പറ. സുമ്മിയത്ത് ദറജത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് ഹബീബായ റസൂലുള്ളാഹിക്ക് കിട്ടുന്ന സ്ഥാനത്തിന് വസീല എന്ന് പേര് കൊടുത്തത്? ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഖയ്യിം തന്റെ ഹാദിൽ അർവാഹ് എന്ന കിതാബിൽ പറയുന്നു, لأنها أقرب الدرجات إلى عرش الرحمن. അല്ലാഹുവിന്റെ അർശിലേക്ക് ഏറ്റവും അടുത്ത സ്ഥലമാണത്. ഏത്? വസീല. അല്ലാഹുവിന്റെ അർശിലേക്ക് ഏറ്റവും അടുത്ത സ്ഥലമാണ് ഏത്? വസീല. അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആളാണ് ആര്? മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹിനെ കേട്ടിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ. മുഹമ്മദ് മുസ്തഫ.
മനസ്സിലായില്ലേ? അതിനേക്കാൾ 3, ഏതൊരാൾക്കും അള്ളാഹുവിലേക്ക് എത്താനുള്ള മാധ്യമമാണ് ആര്? മുത്തു മുഹമ്മദ് മുസ്തഫ. അപ്പൊ നബിക്കല്ലേ കിട്ടേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി വസീല, നബിക്ക് കിട്ടുന്ന സ്ഥാനം വസീല. അർശിലേക്ക് വസീല കടക്കാതെ ഒരാൾക്ക് പോകാൻ കഴിയില്ല. അർശിലേക്ക് ഏറ്റവും അടുത്ത സ്ഥലമാണ് ഏത്? വസീല. മനസ്സിലായില്ലേ? ഒരാൾക്ക് അർശിലേക്ക് എത്തണമെങ്കിൽ വസീല കടന്നു പോകാതെ കഴിയില്ല. കാരണം അഖറബുൽ മനാസില ഇലാ അർശിർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹു തആലാന്റെ അർശിലേക്ക് ഏറ്റവും അടുത്ത സ്ഥലമാണ് ഏത്? വസീല എന്ന് ചിന്തിക്കുക. എന്ന് لأن عرش الرحمن سقفها, അള്ളാഹുവിന്റെ അർശി എന്നതാണ് അതിന്റെ മേൽത്തട്ട്, എന്റെ മാളിക. വസീലയുടെ മാളിക ഏതാ? അർശ്, മച്ച്. മനസ്സിലായില്ല? റൂഫിനാണ് സഖഫ് എന്ന് പറയാ. لأن عرش الرحمن سقفها, അള്ളാഹിന്റെ അർശാണ് ഇതിന്റെ മേൽത്തട്ട്. ഏതിന്റെ? വസീലയുടെ. لأن عرش الرحمن سقفها എന്ന് نبر الله سقف مساكن أهل الجنة. الله سبحانه وتعالى സ്വർഗവാസികളുടെ കൊട്ടാരങ്ങളെ മുഴുവനും മനോഹരമാക്കിയിട്ടുണ്ട്. ബിനൂരി അർശിഹി, അർശിന്റെ പ്രകാശം കൊണ്ട്. ആ പ്രകാശം ഏറ്റവും ആദ്യം എത്തുന്ന സ്ഥലമാണ് ഏത്? വസീല. മനസ്സിലായില്ലേ? സ്വർഗത്തിലെ എല്ലാ ഏരിയയിലും അർശിന്റെ ഒരു പ്രകാശം ഉണ്ടാവും. എത്ര അകന്ന സ്ഥലത്താണെങ്കിലും ഉണ്ടാവും അർശിന്റെ ഒരു പ്രകാശം. മനസ്സിലായില്ലേ? അതിനെ വർണ്ണിക്കാൻ കഴിയില്ല അള്ളാന്റെ അർശ്. ദുൽ അർശ് എന്നത് അള്ളാഹു അഭിമാനമായി പറയുന്നതല്ലേ, അർശിന്റെ അധിപതിയാണ് അല്ലാഹു. അപ്പോൾ പിന്നെ എന്താ പറയാ? ഇന്ന ബത്ശ റബ്ബിക ലശദീദ് ഇന്നഹു ഹുവ യുബ്ദിഉ വ യുഈദ് വഹുവൽ ഗഫൂറുൽ വദൂദ്. ദുൽ അർശ് അർശിന്റെ അധിപതിയാണ് അല്ലാഹു. അർശിന്റെ അധിപതിയാണ് അല്ലാഹ്. അപ്പൊ അല്ലാഹു തആല ഏറ്റവും അഭിമാനത്തോടെ പറയുന്നവനാണ് എന്ത്? അർശിന്റെ അധിപതിയാണ് അല്ലാഹ്. റഹ്മാനു അലൽ അർശി ഇസ്തവാ, അർശിന്റെ മേൽ അല്ലാഹു അധികാരസ്ഥനാണ്. റഹ്മാനു അലൽ അർശി ഇസ്തവാ, ഭൂമിയുടെ അധികാരി അല്ലാഹു തന്നെയാണ്. പക്ഷെ അല്ലാഹു അഭിമാനത്തോടെ കൂടെ പറയുന്നതാണ് എന്ത്? അർശിന്റെ അധികാരി. അപ്പൊ അർശിന്റെ ഒരു മനോഹാരിത എത്ര ഉണ്ടാവും? സ്വർഗത്തിലെ എല്ലാ കൊട്ടാരങ്ങളിലും എന്തുണ്ട്? അർശിന്റെ ഒരു പ്രകാശമുണ്ട്. എങ്കിൽ ആ പ്രകാശം ഏറ്റവും ആദ്യം എവിടെയാണ് എത്തുക? വസീലയിൽ. എന്തുകൊണ്ട്? അഖറബുൽ മനാസിൽ ഇലൽ അർശ്, അർശിലേക്ക് ഏറ്റവും അടുത്ത സ്ഥലമാണ് എന്ത്? വസീല. അതിനുവേണ്ടിയാണ് നമ്മൾ ബാങ്കിന് ശേഷം തേടുന്നത്. നോക്ക്, മനസ്സിലാവണില്ലേ? ചിന്തിക്ക്. അത് തേടിയാൽ ആ വ്യക്തിക്ക് റസൂലുള്ളാഹിനോട് സാമീപ്യം അധികരിക്കും. ആത്മാർത്ഥമായി തേടിയാൽ അപ്പോൾ അള്ളാഹുവിനോട് സാമീപ്യം അധികരിക്കും, അപ്പോൾ ഈമാൻ അധികരിക്കും. അഥവാ ബാങ്കിന്റെ ദുആ ഈമാൻ അധികരിപ്പിക്കും. എന്തുകൊണ്ട്? ആ ദുആയിൽ എന്തുണ്ട്? പുണ്യ റസൂലിന് വസീലയെ തേടുന്നതുണ്ട്. വസീലയെ തേടാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. അള്ളാഹുവിലേക്കുള്ള മധ്യവർത്തി, അതിൽ ഏറ്റവും വലിയ മധ്യവർത്തി മുഹമ്മദ് മുസ്തഫയാണ്. മുഹമ്മദ് മുസ്തഫക്ക് ഏറ്റവും കിട്ടുന്ന സ്ഥാനം വസീലയാണ്. അപ്പോൾ ആ വസീലയെ നമ്മൾ ചോദിച്ചാൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ ഉണ്ടാവും, മുത്തനബിക്കുണ്ടാവും. മനസ്സിലായില്ലേ? അതിന്റെ അലങ്കാരം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഫിർദൗസിന്റെ അലങ്കാരം തന്നെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പിന്നെണ്ടോ വസീല? ഫിർദൗസിന്റെ അലങ്കാരം ഒരാൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയൂല. ഫിർദൗസിന്റെ അലങ്കാരം പറഞ്ഞറിയിക്കാൻ കഴിയും. അപ്പോൾ പിന്നെ വസീല എന്തായിരിക്കും? കാരണം വസീലയിലേക്ക് ചേർത്ത് വെക്കാൻ ഫിർദൗസിനല്ല സ്ഥാനം, വസീലക്കാണ്. വസീലയും ഫിർദൗസും ചേർത്ത് വെക്കാൻ ഏറ്റവും വലിയ സ്ഥാനം എന്തിനാണ്? വസീലക്കാണ്. മനസ്സിലായില്ലേ? ഫിർദൗസ് തന്നെ ഏറ്റവും ഉന്നത ലോകയാണ് വസീല. മനസ്സിലായ പറഞ്ഞ അപ്പോൾ പിന്നെ ആ ഫിർദൗസ് തന്നെ നമുക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയില്ല.
ഫിർദൗസൊക്കെ അയാൾ കണ്ടുപോയാൽ അള്ളാഹു അപ്പോൾ തന്നെ മരിച്ചു എന്നാണ്. അള്ളാഹു തആല അവർക്ക് മരണം വിധിക്കാത്തത് വലിയ ഭാഗ്യം. മിൻ ഷിദ്ദത്തിൽ ഫറഹി, അയാളുടെ ആ സന്തോഷത്തിന്റെ ആ ആധിക്യം കൊണ്ട് അയാൾ മരിച്ചു. സന്തോഷം കൂടിയാൽ മനുഷ്യന്മാർ മരിക്കൂലേ? അറ്റാക്കൊന്നും മനസ്സിലായില്ലേ? അവര് മരിക്കാതിരിക്കാതെ എന്ന് അള്ളാഹു വിധി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവര് മരിക്കൂല. ഇല്ലെങ്കിലോ ഒറ്റടിക്ക് ഫിർദൗസ് കണ്ടാൽ ലമാത്ത മിൻ ഷിദ്ദത്തിൽ ഫറഹി, സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ടും ജനങ്ങൾ മരിച്ചു. കാരണം ഇവര് മരിക്കൂല, എന്നോട് ഇവർക്ക് എന്തില്ലല്ലോ, മരണമില്ലാത്തത് കൊണ്ടാണ്. എങ്ങാനും മരണമെങ്ങാനും ഇവർക്കുണ്ടായിരുന്നുവെങ്കിൽ ഇവർ ഫിർദൗസ് കണ്ടാൽ തന്നെ മരിച്ചു. മിൻ ഷിദ്ദത്തിൽ ഫറഹി, സന്തോഷാധിക്യത്താൽ ഫിർദൗസ് കണ്ട മനുഷ്യന്മാരെന്നെ മരിച്ചു സന്തോഷം കൂടിയിട്ട്. എങ്കിൽ പിന്നെ വസീല എന്തായിരിക്കും? മനസ്സിലായില്ലേ? മുത്തനബിക്ക് അല്ലാഹുവേ നീ വസീല നൽകണമേ, മുത്തനബിക്ക് നീ വസീല നൽകണമേ എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ പറ പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വലമ്മ ഇബ്നു കസീർ ഇബ്നുൽ ഖയ്യിം പറയാണ്, എൻ്റെ വകയല്ല, ഇബ്നുൽ ഖയ്യിം പറയാണ്, വലമ്മ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅലമുൽ ഖൽഖി ഉബൂദിയത്തൻ ലിറബ്ബി, അല്ലാഹുവിന് ഏറ്റവും വഴിപ്പെട്ട ആൾ മുഹമ്മദ് മുസ്തഫയാണ് എന്ന നിലക്ക്, വഅലമുഹും ബിഹി, അല്ലാഹുവിനെ കൊണ്ട് ഏറ്റവും അറിഞ്ഞ ആൾ മുഹമ്മദ് മുസ്തഫയാണ് എന്ന നിലക്കും, വഅശദ്ദുഹും ലഹു ഖശിയത്തൻ, അല്ലാഹുവിനെ ഏറ്റവും ഭയപ്പെട്ട ആൾ പുണ്യ നബിയാണ് എന്ന നിലക്കും, വഅലമുഹും ലഹു മഹബ്ബ, അല്ലാഹുവിനെ ഏറ്റവും സ്നേഹിച്ചാൽ പുണ്യ നബിയാണ് എന്ന നിലക്കും, കാനത്ത് മൻസിലത്തു അഖറബൽ മനാസിലി അല്ലാഹ്, കാനത്ത് മൻസിലത്തു നബിയുടെ സ്ഥാനം ആയി, അഖറബൽ മനാസിലി ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള ഏറ്റവും അടുത്ത സ്ഥാനമായി. അപ്പോൾ അതിന് വഹിയ അഅ്ലാ ദറജത്തിൻ ഫിൽ ജന്ന, അത് സ്വർഗത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനവുമാണ്. അമറ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തവും, തന്റെ ഉമ്മത്തിന് നബിയോട് നബി കൽപ്പിച്ചു, യസ്അലുഹാ ലഹു, നബിക്ക് വേണ്ടി അത് ചോദിച്ചു വാങ്ങാൻ, ലിയനാലു ബിഹാദ ദുആഇ അസ്സുൽഫാ എന്ന്. എന്തിനാണ് അവർ ദുആ ചെയ്യുന്നത്? അത് അല്ലാഹു കൊടുക്കും, കാരണം നബിക്കല്ലാതെ അവർക്ക് കൊടുക്കും. കാരണം എന്തുകൊണ്ട്? അള്ളാഹുവിനെ ഏറ്റവും അറിഞ്ഞത് മുഹമ്മദ് മുസ്തഫയാണ്, അള്ളാഹുവിനെ ഏറ്റവും ഇബാദത്ത് ചെയ്തത് മുഹമ്മദ് മുസ്തഫയാണ്, അള്ളാഹുവിനെ ഏറ്റവും പേടിച്ചത് മുഹമ്മദ് മുസ്തഫയാണ്. മനസ്സിലായില്ലേ? അള്ളാഹുവിനെ ഏറ്റവും പ്രേമിച്ചത് മുഹമ്മദ് മുസ്തഫയാണ്. അപ്പോൾ ഈ സ്ഥാനം ആർക്ക് തന്നെയാണ് കിട്ടേണ്ടത്? മുസ്തഫ നബിക്ക്. പിന്നെ എന്തിനാ നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ ആത്മാർത്ഥമായി അത് ചോദിച്ചാൽ നമ്മൾ നബിയുടെ ആളായി, നബിയെ സ്നേഹിച്ചു. നബിയെ സ്നേഹിക്കുന്നത് വഴി നമ്മൾ ഈമാൻ വർദ്ധിക്കും. മനസ്സിലായില്ലേ പറഞ്ഞത്? അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പം അത് പറഞ്ഞതും നമുക്ക് വേണ്ടിയാണ്. ഒന്ന്, രണ്ട്, അള്ളാഹിന്റെ കൽപ്പനയ്ക്ക് ഉൾപ്പെടാൻ വേണ്ടിയും ഇലൈഹിൽ വസീല, നബിക്ക് വേണ്ടി നമ്മൾ വസീലത്തിനെ ചോദിക്കുക എന്നത് അള്ളാഹുവിലേക്ക് നമുക്കുള്ള ഒരു വസീല. നബിയോ അള്ളാഹുവിലേക്കുള്ള ഏറ്റവും വലിയ വസീലയാണ്. വസീലയോ, വസീല എന്നാൽ അർശിലേക്കുള്ള വസീലയാണ്. വസീല കടക്കാതെ ഒരാൾക്ക് അർശിലെത്താൻ കഴിയില്ല. അർശോ, അർശെന്നാൽ അള്ളാഹു അഭിമാനം പറയുന്ന സ്ഥലമാണ്. ദുൽ അർശിൽ മജീദ്, അള്ളാഹു അഭിമാനം പറയുന്ന സ്ഥലമാണ്. ഏത്? ചിന്തിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അവിടെ എത്താൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ, അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അള്ളാഹു അർശിൽ പരിശുദ്ധമായ സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നിങ്ങളെ ചിന്തിക്കണം. സുബ്ഹാനഹു വ തആല ആ സ്ഥാനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ഥാനത്തേക്ക് കയറി പോകുന്ന നോക്കി നിൽക്കുന്ന കൂട്ടത്തില്, ആ സമയത്ത് സ്വർഗത്തിലേക്കുള്ള ആളുകളെ കൂട്ടത്തില് നീ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ അല്ലാ. അല്ലാഹുവിന്റെ ഹബീബ് ആ വസീലയിലേക്ക് ഇങ്ങനെ കയറി പോകുന്നത് കാണാനുള്ളൊരു ഭാഗ്യം സ്വർഗത്തിൽ വെച്ച് ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഉറക്കപ്പറമോനെ, ഉറക്കപ്പറമോനെ. സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥാനമാണത്. അർശിലേക്ക് ഏറ്റവും അടുത്ത സ്ഥാനവുമാണത്. ആ സ്ഥാനത്തേക്ക് ഒരാൾക്കല്ലാതെ അത് കിട്ടൂല, രണ്ടാ കിട്ടൂല.
ലാ യലീഖു ഇല്ലാ ലിഅബ്ദിൻ, ഒരു ദാസനെ അത് കിട്ടൂ. ആ ദാസൻ മുസ്തഫ നബിയാണ്. എന്തുകൊണ്ട്? അഅലമുൽ ഇബാദി മുഹമ്മദൂൻ, അഹ്സൽ ഇബാദി മുഹമ്മദൂൻ. മനസ്സിലായില്ലേ? അഅബദുൽ ഇബാദി മുഹമ്മദൂൻ. മനസ്സിലായില്ലേ? അഹബ്ബുൽ ഇബാദി മുഹമ്മദൂൻ, എല്ലാം മുഹമ്മദ് മുസ്തഫയാണ്. അതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് പുണ്യ റസൂൽ കയറിപ്പോകുന്നത് കാണാൻ അല്ലാഹുവേ നീ ഞങ്ങളെ സഹായിക്കണമേ അല്ലാ. അത് സ്വർഗത്തിൽ വെച്ച് ഇങ്ങനെ ആസ്വദിക്കാന്ന് പറഞ്ഞാൽ അതന്നെ ഒരു രംഗാണ്. രാജാവിന് ആ രാജാവ് ഉന്നതമായ സിംഹാസനത്തിൽ ആരൂഢനാവുന്ന ഒരു ദിവസത്തിൽ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സംഗതിയല്ലേ. യമനിലെ ഒരു ചക്രവർത്തിയായിരുന്നു സൈഫ് ബിൻ ദിയസിൻ. അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് അബ്ദുൽ മുത്തലിബിനെ വിളിച്ചു എന്നത് ചരിത്രത്തിൽ അബ്ദുൽ മുത്തലിബിന് വലിയ സ്ഥാനമായി പരിഗണിക്കപ്പെടും. യമനിലെ ഒരു വലിയ രാജാവ് വന്നു ഉണ്ടായി. ആ രാജാവിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് ആരെ വിളിച്ചു? അബ്ദുൽ മുത്തലിബിനെ വിളിച്ചു. ആ രാജാവിന്റെ പേര് സൈഫ് ബിൻ ദിയസിൻ എന്നാണ്. ഈ രാജാവ് വലിയ വേദ പണ്ഡിതനായിരുന്നു. സ്ഥാനാരോഹണ ചടങ്ങ് എന്ന് പറഞ്ഞാൽ ലോകത്തെ പ്രമുഖരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ആ കൂട്ടത്തിൽ ആരുമുണ്ട്? അബ്ദുൽ മുത്തലിബ് ഉണ്ട്. അബ്ദുൽ മുത്തലിബ് എന്നവരുടെ സ്ഥാനം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇത് പറയാറുണ്ട്. ചരിത്രത്തിൽ എത്ര സ്ഥലത്ത് കാണാം. അബ്ദുൽ മുത്തലിബ് ചില്ലറക്കാരനല്ല. സൈഫ് ബിൻ ദിയസിൻ എന്ന യമനി ചക്രവർത്തി അധികാരത്തിൽ കയറിയപ്പോൾ അദ്ദേഹത്തെയാണ് ക്ഷണിച്ചത്. ആരെ? അബ്ദുൽ മുത്തലിബിനെയാണ് ക്ഷണിച്ചത്. സൈഫ് ബിൻ ദിയസിൻ എന്ന ചക്രവർത്തി. മനസ്സിലായില്ലേ? ദിവസങ്ങളോളം ആ രാജാവിന്റെ ആതിഥേയത്തിൽ താമസിച്ചു. എത്ര തവണ പറഞ്ഞിട്ടും ആ രാജാവ് അബ്ദുൽ മുത്തലിബിനെ വിട്ടില്ല. പലവട്ടം തിരിച്ചു പോരാൻ സമ്മതം ചോദിച്ചിട്ടും വിട്ടില്ല. ഒരു ദിവസം സ്വകാര്യമായി പറഞ്ഞു, നിനക്കൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ മഹത്വം എനിക്കറിയാം, അത് കാരണമാണ് ഞാൻ നിന്നെ ഇങ്ങനെ സൽക്കരിക്കുന്നത്. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അതെ എനിക്കങ്ങനെ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ആ രാജാവ് പറഞ്ഞു, ഇല്ല നിനക്കങ്ങനെ കുട്ടിയില്ല, നിന്റെ മോന്റെ കുട്ടിയാ, നിന്റെ കുട്ടിയല്ല, ആ കുട്ടി എത്തിമാ. ഇതൊന്നും അയാൾക്ക് അറിയില്ല. പക്ഷെ ഭയങ്കര വേദപണ്ഡിതനാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? റസൂലുള്ളാഹി തങ്ങളുടെ കുറിച്ചുള്ള ബിഷാറത്തുകളിൽ പെടുന്ന സംഭവങ്ങളാണ്. ഇതിലൂടെ പറയാനുള്ള കാരണം എന്താ? ഒരു സ്ഥാനാരോഹണ ചടങ്ങിൽ വിളിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സംഭവമാണ്. എല്ലാവരും വിളിക്കൂല, എന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വിളിക്കും. മനസ്സിലായോ? ചിന്തിക്കുക. ഇന്നോ നാളെയോ നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രി വീണ്ടും അധികാരത്തിൽ കയറുന്ന ദിവസം എന്നാണോ നാളെയാണോ? എന്നാ ഇന്ന് നോക്കി ഇന്ന് രാജ്യമൊക്കെ ഇന്ന് തൊട്ടടുത്ത ദിവസം കയറും. എന്താണെങ്കിലും ആ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ടവരെ വിളിക്കുക. മനസ്സിലായില്ല? എങ്ങോട്ട്? രാജ്യത്തിനടുത്തേക്കല്ല, എങ്ങോട്ട്? സ്ഥാനാരോഹണ ചടങ്ങ്, അതാണ് സ്ഥാനം. സ്ഥാനാരോഹണ ചടങ്ങ് അതൊരു സംഭവമാണ്. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ റൂസിൽ ഖലായിഖി, കോടാനക്കോടി മനുഷ്യർ സ്വർഗത്തിൽ നോക്കി നിൽക്കവേ പുണ്യ റസൂൽ അതിലേക്ക് അങ്ങനെ ഉയർന്നു പോകും. ആ രംഗത്ത് നമ്മളെ വിളിക്കുക എന്നതിന് നമുക്ക് അർഹതയുണ്ടാവും. എന്ത് പറഞ്ഞാൽ പാകിനേശം പറഞ്ഞാൽ നമ്മളെ കൂട്ടും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അവർക്ക് പറ അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. നമുക്ക് പറയാലോ നമ്മളെ നേതാവാണ്, നമ്മൾ ചോദിച്ചതാണ്. മനസ്സിലായില്ലേ? അത് നമുക്കൊരു അഭിമാനമാണ്. മനസ്സിലായി പറഞ്ഞത്? ചിന്തിക്ക്. ഓരോരുത്തരും ഭരണാധികാരിയാകല്ല, അവരുടെ നേതാവ് ഭരണാധികാരിയാകലാണ് അവരുടെ സന്തോഷം. എന്നിട്ട് ആ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് അവരെ ക്ഷണിക്കുന്നത്. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. ഇത് വിശ്വാസികൾ ആയിരക്കണക്കായ വർഷങ്ങളായി ചൊല്ലിപ്പോരുന്ന ദുആയാണ്. എന്റെ വസീലത്തി എന്ന സ്വർഗത്തിലെ സമുന്നതമായ സ്ഥാനം എന്റെ മേലെ സ്ഥാനമില്ല. ഫിർദൗസിൽ തന്നെ ഏറ്റവും ഉന്നതമാണ് ഏത്? വസീല. വസീലയുടെ മേലെ എന്റെ സ്ഥാനമില്ല.
സഖ്ഫുഹാ, അതിന്റെ മേൽത്തട്ട് മച്ച് എന്നത് അർശുർ റഹ്മാൻ, അള്ളാന്റെ അർശാണ്. നേരെ മേലെ അള്ളാന്റെ അർശാണ്. അപ്പോൾ അർശിന്റെ നേരെ താഴെയാണ് എന്ത്? വസീല. അപ്പോൾ വസീല കടന്നിട്ടല്ലാതെ ഒരാൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഒന്ന്. രണ്ടാം ഭാഗത്ത് ശരി എന്താ? നബിയെ കടന്നിട്ടല്ലാതെ ഒരാൾക്ക്, ഏത് നബിയാണെങ്കിലും അള്ളാഹു റസൂലിനെ കടന്നിട്ടല്ലാതെ ഒരാൾക്ക് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയില്ല. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല? ഒരാൾക്ക് വസീല കടന്നിട്ടല്ലാതെ അർശിൽ പോകാൻ കഴിയില്ല. ഒരാൾക്ക് നബിയെ കടന്നിട്ടല്ലാതെ അള്ളാഹുവിൽ എത്താൻ കഴിയില്ല. നബിയാണെങ്കിൽ പോലും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവർക്കുള്ള വസീലയാണ്. നബിയെ കടന്നിട്ടല്ലാതെ പരലോകത്തല്ല ദുനിയാവിലും, ദുനിയാവിന്റെ വസീല മുത്തുനബിയാണ്. ആഖിറത്തിലെ വസീലയും മുത്തുനബിയാണ്. വസീല മുത്തുനബിക്കുമാണ്. ആരാണെങ്കിലും അയാൾ അല്ലാഹുവിൽ എത്തുകയില്ല. പുണ്യ റസൂലുള്ളാഹിയുടെ മധ്യവർത്തിത്വം ഇല്ലാതെ ഒരു നബിക്ക് പോലും അല്ലാഹുവിൽ എത്താൻ കഴിയില്ല. അത്ര വലിയ സ്ഥാനമാണ് ആർക്ക്? അഭിമാനി. മനസ്സിലായില്ലേ? അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.